വ്യാജ LLB സർട്ടിഫിക്കറ്റുകളിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാകുന്നില്ലെന്ന് പരാതി. വ്യാജ സർട്ടിഫിക്കറ്റിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് മനോജ് ജി രാജിന്റെ അറസ്റ്റ് നീളുകയാണ്. കബളിപ്പിക്കപ്പെട്ട സച്ചിൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങളിൽ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകിക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവനന്തപുരം മാറനല്ലൂർ സ്വദേശി സച്ചിൻ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നത്. മഗധ സർവകലാശാലയുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റിലായിരുന്നു മനോജ് ജി രാജ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത്. 2013 മുതൽ വ്യാജരേഖകളിൽ പ്രാക്ടീസ് തുടങ്ങിയ മനുവിനെതിരെ നവംബർ 5-നാണ് ആദ്യം DGPക്കും ബാർ കൌൺസിലിനും പരാതി നൽകിയിരുന്നത്. പിന്നീട് ജനുവരി 6-ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തെങ്കിലും 3 മാസത്തിനു ശേഷം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ കേസിൽ അറസ്റ്റുണ്ടായില്ല. IPC 465, 488, 471 വകുപ്പുകൾ ചുമത്തിയതിനു ശേഷവും പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞിരുന്ന മനോജ് ജി രാജിനെതിരെ ഒരു നീക്കവും പോലീസിൽ നിന്ന് ഉണ്ടായതുമില്ല. കേസ് പിന്നീട് എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയെങ്കിലും സെൻട്രൽ പോലീസും വ്യാജ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. വ്യാജരേഖ വഞ്ചന കേസ് പ്രതിയെ സംരക്ഷിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കും കബളിപ്പിക്കപ്പെട്ടയാൾ പരാതി നൽകിയിരുന്നു. ഇതുൾപ്പെടെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ സമഗ്ര അന്വേഷണമെന്ന ആവശ്യത്തിലും തുടർ നടപടികളില്ല. മനോജ് ജി രാജിന്റെ എൻറോൾമെന്റ് റദ്ദാക്കിയ ബാർ കൌൺസിലും പോലീസിൽ പരാതി നൽകിയിരുന്നു. മനോജ് ജി രാജിനെ പോലെ വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ എൻറോൾ ചെയ്ത കൂടുതൽ പേരുണ്ടെന്നാണ് സംശയം. അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത സമയം 53 പേരുടെ വക്കാലത്ത് മനോജ് ജി രാജ് ഏറ്റെടുത്തിരുന്നു. ഇത്തരത്തിൽ കക്ഷികളെ കബളിപ്പിച്ച് വക്കീൽ വേഷത്തിൽ തുടരുന്ന കൂടുതൽ അഭിഭാഷകരുണ്ടോ എന്ന സംശയം ബാർ കൌൺസിലിനുമുണ്ട്. എന്നാൽ തട്ടിപ്പുകാരെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള താല്പര്യം പോലീസിനില്ല. ജനം, കൊച്ചി.